ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കയട തയ്യാറാക്കാം. ഗോതമ്പ് പൊടിയും നല്ല പഴുത്തേക്കയും വെച്ച് തയ്യാറാക്കുന്ന അടയാണ്. വായിലിട്ടുള്ള അലിഞ്ഞിറങ്ങും അത്ര സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് കേട്ടോ. ചക്കയട തയ്യാറാക്കാണ്ട് ഞാനിവിടെ 20 ചക്കച്ചുള എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ട് നല്ല മധുരമുള്ള ചുളയാണ്. ഞാനിവിടെ വരിക്കച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഇതുപോലെ ഇതിൻ്റെ കുരു ഒന്ന് കളഞ്ഞെടുക്കണം. അതിനുശേഷം ഇതുപോലെ ചെറിയ പീസുകളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിത് വഴറ്റിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഡയറക്റ്റ് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ടൊരു മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കച്ചുള മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ ഒട്ടും തരിയില്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് വേണ്ടത് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര എടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് ശർക്കര പൊടിച്ചതെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം പൊടിയുള്ള ശർക്കര ആയതുകൊണ്ട് ഒന്ന് ഉരുക്കി അരിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കരപ്പാനി കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഉരുകി കിട്ടിയാൽ മതിയാവും. ഇവിടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട കൂട്ട് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കയട തയ്യാറാക്കി എടുക്കാം. ഇങ്ങനെ 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു. അടുത്തതായിട്ട് മധുരം ബാലൻസിനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ. നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചക്കയുടെ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ഇലയിൽ ഒട്ടിപ്പിടിക്കില്ല, നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. ഇനി അടുത്തതായിട്ട് 2 ഏലക്കായും ഒരു ചെറിയ കഷ്ണം ചുക്കും പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വെളുത്തിരിക്കുന്നത് നമ്മൾ പഞ്ചസാര ചേർത്ത് പൊടിച്ചതുകൊണ്ടാണ് കേട്ടോ. ഇനി സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാകും കേട്ടോ. ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ചക്കയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഈ ചക്കയടയിൽ ഫില്ലിങ് വെക്കുന്നില്ല. നമ്മളെല്ലാം കൂടി നല്ല മിക്സ് ചെയ്തിട്ടാണ് ഈ ചക്കയട തയ്യാറാക്കുന്നത്. അപ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന ചക്കയുടെ പൾപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഈ പൊടിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ചക്കയുടെ നനവ് കൊണ്ട് തന്നെ പൊടി നന്നായിട്ട് നനഞ്ഞ് കിട്ടണം. അപ്പോൾ ചക്ക ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരല്പം ലൂസായിട്ടുള്ള പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ്. ശർക്കര ചെറിയ ചൂടോടുകൂടി അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ശർക്കരയിൽ അത്യാവശ്യം പൊടിയൊക്കെ ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് അരിച്ചൊഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത തേങ്ങയും ശർക്കരയും ചക്കയെല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് കിട്ടണം. ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരല്പം ലൂസായിട്ടുള്ള ഒരു പരുവത്തിലാണ്. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഒരുപാടങ്ങ് തിക്കായി കഴിഞ്ഞാൽ ചക്കയുടെ ഹാർഡായി പോകും. ഇനി ഒരു വാഴയില ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 2 സ്പൂണ് ചക്കയുടെ മിക്സ് വെച്ച് കൊടുക്കാം. ഒരുപാടങ്ങ് മാവ് ലൂസായി പോകാനും പാടില്ല കേട്ടോ. അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം കൈകൊണ്ട് പ്രസ് ചെയ്ത് വളരെ തിന്നായിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. അങ്ങനെ ഒരെണ്ണം നമ്മളിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. അടുത്തത് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇല വെച്ചതിന് ശേഷം ആവശ്യത്തിന് മിക്സ് വെച്ച് കൊടുക്കാം. എത്രത്തോളം തിക്നെസ്സും അതുപോലെ തന്നെ വലിപ്പവും ആവശ്യമുണ്ടോ അതിനനുസരിച്ച് മാവ് വെച്ച് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം കൈകൊണ്ട് പതുക്കെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ വളരെ കനം കുറച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇവിടെ വാഴയില നമുക്ക് വാട്ടിയൊന്നും എടുക്കേണ്ട കാര്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ കൈകൊണ്ട് നല്ല ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇഡ്ഡലി ചെമ്പിൽ സ്റ്റീം ചെയ്യുന്ന തട്ടിലേക്ക് അട മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ നമ്മൾ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിരുന്നു. വെള്ളം നന്നായിട്ട് ചൂടായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് തട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഏകദേശം 20 മിനിറ്റ്സോളം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചക്കയുടെ ഇവിടെ കുക്കായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കയുടെയാണ്. ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റായിട്ടാണ് കേട്ടോ. വായിലിട്ട് നല്ല അലിഞ്ഞിറങ്ങുക അതുപോലെ സോഫ്റ്റാണ്. ഇനി അല്ല ഒരല്പം കൂടി ഹാർഡായിട്ട് വേണ്ടവർക്ക് നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്തുണ്ടല്ലോ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി അല്ലെങ്കിൽ 1/4 കപ്പ് അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ചക്കയപ്പം ഒരല്പം കൂടി ഹാർഡായിട്ടുള്ള പരുവത്തിലേക്ക് കിട്ടും. ഞാനിവിടെ അരിപ്പൊടി ഒട്ടും തന്നെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൽ ചക്കയാണ് നമ്മൾ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഈ ചക്കയുടെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത്. ചക്കയുടെ നല്ല സീസൺ സമയമാണ്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഇത് എടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് വായിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് ചായക്കടിയൊക്കെ ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ ചക്ക വെച്ചിട്ട് കുമ്പിളപ്പം തയ്യാറാക്കിയിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കയറി കണ്ടേക്കണേ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.
തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് തന്നെ നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.